എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും സ്വാഗതം. വർഷങ്ങളോളം മണലാരണ്യത്തിൽ ചോര നീരാക്കി പണിയെടുത്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തി വിശ്രമജീവിതം നയിക്കുന്ന നമ്മുടെ പ്രവാസികൾക്ക് ഇന്ന് വലിയൊരു ആശങ്കയുണ്ട്. കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന പ്രവാസി പെൻഷൻ കഴിഞ്ഞ മാസം മുതൽ പലരുടെയും അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല. ഇത് സർക്കാരിൻ്റെ വിഹിതം മാത്രമുള്ള ഒരു പദ്ധതിയല്ല എന്ന് നമുക്കറിയാം. നമ്മൾ പ്രവാസികൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അടച്ച വിഹിതവും സർക്കാർ വിഹിതവും ചേരുന്ന നമ്മുടെ അവകാശമാണ് ഈ പെൻഷൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് 2026 ഫെബ്രുവരി മുതൽ ഈ തുക തടസ്സപ്പെട്ടത്? ഇതിന് പിന്നിൽ പശ്ചിമേഷ്യയിലെ യുദ്ധമാണോ, അതോ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണോ, അതോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വീഴ്ചയാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പ്രവാസി പെൻഷൻ വൈകാനുള്ള യഥാർത്ഥ കാരണങ്ങളും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് എങ്ങനെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം എന്നതുമാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് നമ്മുടെ പ്രവാസികളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ പെൻഷൻ സ്റ്റാറ്റസ് എങ്ങനെ സ്വന്തമായി ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയി register.pravasikerala.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. സാധാരണ pravasikerala.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. അതിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കൊരു പക്ഷേ കാണുവാൻ സാധിക്കുകയില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ register.pravasikerala.org എന്ന വെബ്സൈറ്റാണ് ഓപ്പൺ ആക്കേണ്ടത്. ഇത് വെറും സൈറ്റ് അഡ്രസ് അടിക്കുന്നതിനേക്കാൾ register.pravasikerala എന്ന് കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള മെയിൻ പേജ് നേരിട്ട് ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 4 പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ കാണാം. ഇത് ഓരോന്നും എന്തിനാണെന്ന് ഞാൻ ലളിതമായി പറഞ്ഞു തരാം. ഒന്നാമത്തെ ഓപ്ഷൻ ന്യൂ രജിസ്ട്രേഷൻ. നിങ്ങൾ ഇതുവരെ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലാത്ത പുതിയ ആളാണെങ്കിൽ ഈ ഓപ്ഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ എക്സിസ്റ്റിംഗ് രജിസ്ട്രേഷൻ. നിങ്ങൾ നേരത്തെ അംഗത്വം എടുത്തവരാണ്, പക്ഷേ വെബ്സൈറ്റിൽ ഇതുവരെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവഴിയാണ് ലോഗിൻ വിവരങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതായത് നിങ്ങൾ പ്രവാസി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ ചെയ്യേണ്ടതാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ലോഗിൻ വിത്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. പെൻഷൻ ലഭിക്കുന്ന നാം ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ് ഇത്. നമുക്ക് നിലവിൽ യൂസർ നെയിമും പാസ്വേഡും ഉള്ളതുകൊണ്ട് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാവരും ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിലായിരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങളുടെ പ്രൊഫൈലും ഒക്കെ കാണുവാൻ കഴിയുന്നത്. അവിടെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ക്രിയേറ്റ് ചെയ്ത് മൂന്നാമത്തെ ഓപ്ഷനിൽ വന്ന് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ ക്വിക്ക് പേയ്മെൻ്റ് ആണ്. ലോഗിൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് അംശാദായം അടയ്ക്കാനുള്ള ഒരു സൗകര്യമാണിത്. മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അംശാദായം നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടി തന്നെ അടയ്ക്കാമെങ്കിലും നാലാമത്തെ ഓപ്ഷൻ സാധാരണ അക്ഷയ സെൻ്ററുകളിലും മറ്റും ഈ ഓപ്ഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ക്വിക്ക് പേയ്മെൻറ്റ് സിസ്റ്റം. ലോഗിൻ ചെയ്യാതെ തന്നെ പെട്ടെന്ന് അംശാദായം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകി ആണ് ഇത് അടയ്ക്കുന്നത്. നമ്മുടെ പക്കൽ ലോഗിൻ വിവരങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലോഗിൻ പേജിലേക്ക് കടക്കുന്നു. അങ്ങനെ ലോഗിൻ പേജിലേക്ക് കടക്കുവാൻ നമുക്ക് യൂസർ നെയിമും ഒരു പാസ്വേഡും നേരത്തെ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പെൻഷൻ പ്രൊഫൈൽ ഓപ്പണായി വരും. അതിൽ നിങ്ങളുടെ പെൻഷൻ ഇതുവരെ എവിടെ എത്തി, മസ്റ്ററിങ് കഴിഞ്ഞോ? മസ്റ്ററിങ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ്. ഏത് വർഷം വരെ മസ്റ്ററിങ് നടത്തി, എത്ര മാസം വരെ ഈ തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇവിടെ കൃത്യമായി കാണുവാൻ കഴിയും. നമ്മളിപ്പോൾ വിജയകരമായി ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും പെൻഷൻ സംബന്ധിച്ച ഫയലുകളും കാണാൻ സാധിക്കും. ഇനി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ്.
നമ്മൾ ആദ്യമായി നോക്കുന്നത് ലൈഫ് സർട്ടിഫിക്കറ്റ് അഥവാ മസ്റ്ററിംഗ് വിവരങ്ങളാണ്. പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ ഇത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ വെബ്സൈറ്റിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, എല്ലാ വർഷത്തിലും മാർച്ച് മാസം 1 മുതൽ 31 വരെയുള്ള തീയതികളിൽ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറുടെ പക്കൽ നിന്നും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റായി അല്ലെങ്കിൽ രജിസ്റ്റേർഡായി അയച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓൺലൈനിൽ കൂടി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ ഇപ്പോൾ പ്രവാസി സൈറ്റിൽ സൗകര്യമില്ല എന്നുകൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള മസ്റ്ററിംഗ് ഇവിടെ കാണുന്നതാണ്. പെൻഷൻ മുടങ്ങാതെ കിട്ടാൻ ഇത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് എൻ്റെ മസ്റ്ററിംഗ് 2026 മാർച്ച് മാസത്തിൽ ഞാൻ ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിയാൽ ഒരു പക്ഷേ അത് അപ്ഡേറ്റായി കാണുന്നുണ്ടാവില്ല. ഇതിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. സാധാരണയായി മാർച്ച് മാസം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമേ സിസ്റ്റത്തിൽ ഈ വിവരം കൃത്യമായി തെളിഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് മാർച്ച് മാസത്തിൽ ചെയ്തവ കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക. അത് ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ അപ്ഡേറ്റ് ആയിക്കൊള്ളും. ഇനിയും പെൻഷൻ ഹിസ്റ്ററിയാണ് അടുത്തതായി നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ ഹിസ്റ്ററി. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച പെൻഷന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2026 ജനുവരി മാസം വരെയുള്ള പെൻഷൻ കൃത്യമായി വന്നിട്ടുണ്ട്. ഏത് തീയതിയിലാണ് ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് പണം എത്തിയതെന്നും എത്ര തുകയാണ് ലഭിച്ചതെന്നും ഇതിവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഓക്കെയാണ്. ഇനി ഫെബ്രുവരി മാസത്തെ പെൻഷൻ എന്നു വരും, എന്തുകൊണ്ട് വൈകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായി പരിശോധിക്കുവാനുള്ളത്. ഇനി എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് 2026 ഫെബ്രുവരിയിൽ പെൻഷൻ വൈകുന്നത്? ഇതിന് പിന്നിൽ 2-3 പ്രധാന കാരണങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് ഫണ്ട് ലഭ്യതയും സാമ്പത്തിക വർഷവും. മാർച്ച് മാസം സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാണ്. എല്ലാ വകുപ്പുകളിലും കണക്കുകൾ തീർപ്പാകുന്ന തിരക്കിലായതുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നതിൽ ചെറിയൊരു സാങ്കേതിക കാലതാമസം സ്വാഭാവികമാണ്. അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെയും പ്രവാസികളുടെ വിഹിതത്തെയും പരോക്ഷമായി ബാധിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതിൽ ബോർഡിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ്. ഭരണപരമായ പല തീരുമാനങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഫയലുകൾ നീങ്ങാൻ അല്പം താമസം എടുത്തേക്കാം. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾക്കായി സർക്കാർ 1050 കോടി രൂപ അനുവദിച്ചിരുന്നു. സാധാരണയായി ഫെബ്രുവരി 25ഓടെ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകുന്ന പെൻഷനുകളിൽ പ്രവാസി പെൻഷൻ ഉൾപ്പെടെ ഫണ്ട് കൈമാറ്റത്തിലോ ബോർഡിന്റെ ആഭ്യന്തര നടപടികളിലോ ഉണ്ടാകുന്ന ചെറിയ കാലതാമസം കാരണം തുക വൈകിയിരുന്നു. കേരളത്തിലെ പെൻഷൻ വിതരണത്തിൽ കേന്ദ്ര വിഹിതം കൃത്യസമയത്ത് ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് എന്ന് ധനമന്ത്രി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ശ്വാസം മുട്ടൽ പെൻഷൻ വിതരണത്തിന്റെ താളം തെറ്റിക്കാൻ കാരണമാകുന്നുണ്ട്. പിന്നീട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധത്തെപ്പറ്റി പറഞ്ഞു. കേരളത്തിലെ പെൻഷൻ വിതരണത്തെ അത് പ്രധാനമായും ബാധിക്കില്ല എന്ന് വരികിൽ കൂടി പ്രവാസി പെൻഷൻ ആയതുകൊണ്ട് യുദ്ധം മൂലം പ്രവാസികളുടെ തിരിച്ചുവരവ് വർദ്ധിക്കുകയും ക്ഷേമനിധിയിലേക്കുള്ള അംഗങ്ങളുടെ വിഹിതം കുറയുകയും ചെയ്താൽ അത് ബോർഡിന്റെ സാമ്പത്തിക ഭദ്രതയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിച്ചേക്കാം. നിലവിലെ താമസത്തിന് പിന്നിൽ യുദ്ധങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികമായ മുൻഗണനയും ഭരണപരമായ കാരണങ്ങളുമാണ് ഉള്ളത്. എങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഒട്ടും നിരാശരാകേണ്ടതില്ല. ഇത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, നമ്മുടെ അവകാശമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട് എന്ന ശുഭവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താമസിയാതെ തന്നെ കുടിശ്ശിക സഹിതം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ആ മെസ്സേജ് എത്തും. വെബ്സൈറ്റിൽ നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ പറയുന്ന നമ്പറുകളിൽ വിളിച്ച് താങ്കളുടെ മെമ്പർഷിപ്പ് നമ്പർ പറഞ്ഞാൽ അവർ വിവരം നൽകുന്നതാണ്. പ്രവാസി ക്ഷേമ ബോർഡ് തിരുവനന്തപുരത്തെ ഓഫീസ് 0471 274 1400. നോർക്ക റൂട്ട്സ് ഫ്രീ നമ്പർ 180042533939. ഇന്ത്യയിൽ നിന്നുള്ള നമ്പറാണിത്.
പ്രവാസിയായിരുന്ന കാലത്ത് ഇതിലും വലിയ പ്രതിസന്ധികളെ കടൽ കടന്നുപോയി അതിജീവിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ ചെറിയൊരു കാലതാമസത്തിൽ നമ്മൾ തളരരുത്, പ്രത്യാശയോടെ ഇരിക്കുക. പെൻഷൻ സംബന്ധിച്ച എന്ത് പുതിയ അറിവുകൾ വന്നാലും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായി മറ്റു പ്രവാസികൾക്കും ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.